Hi everyone, this is Rinsi from Grow Malayalam channel. നിങ്ങളൊരു സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ അടുത്തതായി നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും ഏത് ടാക്സ് റെജിമാണ് ടാക്സ് കാൽക്കുലേഷൻ ഫോളോ ചെയ്യേണ്ടതെന്ന് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ നിർമ്മല സീതാരാം ന്യൂ ടാക്സ് റെജിം ഡീഫാൾട്ട് റെജിമായിട്ട് പ്രഖ്യാപിച്ചായിരുന്നു. മാത്രമല്ല അതിൽ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും അവർക്ക് വേണ്ടി ടാക്സ് റെജിം സെലക്ട് ചെയ്യേണ്ട ടൈമായി. അപ്പം നിങ്ങളുടെ സാലറിയിൽ നിന്ന് TDS കട്ട് ചെയ്യേണ്ടത് എത്രയാണെന്ന് നോക്കാനാണ് എംപ്ലോയർ നിങ്ങളോട് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ചൂസ് ചെയ്താൽ പിന്നെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ വെറുതെ എക്സ്ട്രാ TDS കട്ടാവാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഏത് ടാക്സ് റെജിമാണ് നിങ്ങൾക്ക് യോജിച്ചതെന്നുള്ള സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം എല്ലാവർക്കും ഏറ്റവും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. അതായത് ബഡ്ജറ്റ് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള കൺഫ്യൂഷനാണ്, അത് ഇതുവരെ പലർക്കും മാറിയിട്ടില്ല. ഫസ്റ്റ് നമുക്ക് ഇതിൽ രണ്ടിലുള്ള ടാക്സ് സ്ലാബിനെ പറ്റി ആദ്യം നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാം, അതായത് ന്യൂ റെജീമിൽ ടാക്സ് സ്ലാബ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നിങ്ങൾ ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, പഴയ ടാക്സ് റെജീമിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5 ലക്ഷം രൂപയായിരുന്നു. ഇനി 3 മുതൽ 6 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% ടാക്സ് റേറ്റ് വരുന്നത്. 6 മുതൽ 9 ലക്ഷത്തിന് 10%, അങ്ങനെ. ഇനി പഴയ ടാക്സ് സ്ലാബ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നിങ്ങൾ ടാക്സ് ഒന്നും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. 2.5 മുതൽ 5 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 5% ടാക്സ് റേറ്റ് വരുന്നത്. 5 മുതൽ 10 നോക്കുകയാണെങ്കിൽ 20%, അതുപോലെ തന്നെ 10 മുകളിലാണെങ്കിൽ നിങ്ങൾ 30% നിങ്ങളുടെ ടാക്സ് റേറ്റ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് പുതിയ റെജീമിൽ ടാക്സ് സ്ലാബ് സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവും. ഇനി പല ഇൻകം കാറ്റഗറിയിൽ നിങ്ങൾ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ പുതിയ ടാക്സ് റെജീമിൽ പുതിയ ടാക്സ് സ്ലാബ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിവിടെ 2 കേസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് 2 ടാക്സ് റെജീമിൽ നിങ്ങൾ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പുതിയ ടാക്സ് റെജീമിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നിങ്ങൾ യാതൊരു ടാക്സ് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 3 മുതൽ 6 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 5% ടാക്സ് റേറ്റ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. സോ ഇവിടെ 6 ലക്ഷത്തിൽ 3 ലക്ഷത്തിന് 0 ടാക്സ് റേറ്റ് ആണ്. സോ ബാക്കിയുള്ള 3 ലക്ഷത്തിന് 5% നിങ്ങൾ ടാക്സ് പേ ചെയ്യണം, അതായത് 50,000 റുപ്പീസ് നിങ്ങൾ. ഇനിയിപ്പോൾ അടുത്തത് 6 മുതൽ 9 ലക്ഷം വരെ വരും നോക്കുകയാണെങ്കിൽ 10% ടാക്സ് റേറ്റ് വരുന്നത്. പക്ഷേ നമ്മുടെ ഇൻകം 7 ലക്ഷം രൂപ വരെ ഉള്ളൂ. സോ 7 ലക്ഷത്തിന് 6 ലക്ഷം കുറച്ചിട്ട് ബാക്കിയുള്ള 1 ലക്ഷത്തിന് 10% ടാക്സ് റേറ്റ്. സോ 10,000 റുപ്പീസ് ആയിരിക്കും ടാക്സ് വരുന്നത്. സോ 15,000 പ്ലസ് 10,000 അങ്ങനെ 25,000 ആയിരിക്കും ടോട്ടൽ ടാക്സ് പേയബിൾ വരുന്നത്. ഇനി നമുക്ക് ഓൾഡ് ടാക്സ് റെജീമിലെ സെയിം കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഓൾഡ് റെജീമിൽ 2.5 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് യാതൊരു ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ട. 2.5 മുതൽ 5 ലക്ഷത്തിന് 5% ടാക്സ് റേറ്റ് വരുന്നത്. സോ ഇവിടെ 2.5 ലക്ഷത്തിന് ടാക്സ് പേ ചെയ്യേണ്ട, ബാക്കി 2.5 ലക്ഷത്തിന് 5% ടാക്സ് റേറ്റ്, അതായത് 12,500 രൂപ വരും. അങ്ങനെ നമ്മൾ 2 ടാക്സ് റെജീമിൽ ടാക്സിബിൾ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻകം 10 ലക്ഷം രൂപയായിട്ട് കൂടിയെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ന്യൂ ടാക്സ് റെജീമിൽ നിങ്ങൾ 60,000 രൂപ നിങ്ങൾ ടാക്സ് പേ ചെയ്യണം. അതുപോലെ തന്നെ ഓൾഡ് ടാക്സ് റെജീം ആണെങ്കിൽ ഏകദേശം 1,12,500 രൂപ നിങ്ങൾ ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾഡ് റെജീമിൽ ഡിഡക്ഷൻസ് ഒന്നും എടുക്കാതെയാണ് പറയുന്നത്. ഇനി നമുക്ക് 2 റെജീമിലും ഡിഡക്ഷൻസും അലവൻസും ഒക്കെ എടുത്തതിന് ശേഷം എത്രയാണ് ഇൻകം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 10 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരു വ്യക്തിയുടെ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾഡ് ടാക്സ് റെജീം അതുപോലെ ന്യൂ ടാക്സ് റെജീമിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓൾഡ് ടാക്സ് റെജീമിൽ നോക്കാം. അപ്പോൾ 50,000 രൂപ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ എടുക്കുകയാണ്. HRA എക്സംഷൻ ഒരു അസംഷൻ ബേസിൽ നമ്മൾ 72,000 രൂപ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ വരുന്നത് 8,78,000 രൂപയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് നമ്മൾ ക്ലെയിം ചെയ്യുകയാണ്. സെക്ഷൻ 80Cയിൽ 1.5 ലക്ഷം രൂപ, NPSൽ 50,000 രൂപ, അണ്ടർ സെക്ഷൻ 80Dയിൽ 25,000 രൂപ, പ്രൊഫഷണൽ ടാക്സ് 2,400, ഡിഡക്ഷൻ അണ്ടർ ഹോം ലോൺ ഇൻട്രസ്റ്റ് 2 ലക്ഷം രൂപ. അങ്ങനെ നമ്മുടെ ടാക്സബിൾ ഇൻകം ഇവിടെ വരുന്നത് 4,50,600 രൂപയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻകം ടാക്സ് ഡ്യൂ വരുന്നത് 10,030 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടാക്സബിൾ ഇൻകം 5 ലക്ഷം രൂപയുടെ താഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിബേറ്റ് നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ റിബേറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് ഡ്യൂ വരുന്നത് ഈ ഒരു കേസിൽ നില്ലാണ് വരുന്നത്. ഇനി നമുക്ക് ന്യൂ ടാക്സ് റെജീമിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 50,000 രൂപ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മളിവിടെ ക്ലെയിം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത് 9,50,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ന്യൂ ടാക്സ് റെജീമിൽ നമുക്ക് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ടാക്സ് 2,400 നമ്മളിവിടെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ടാക്സിബിൾ ഇൻകം വരുന്നത് 9,47,600 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇൻകം ടാക്സ് ഡ്യൂ വരുന്നത് 52,140 രൂപയാണ് നമ്മുടെ ഇവിടെ ഇൻകം ടാക്സ് ഡ്യൂ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ നമ്മുടെ ടാക്സബിൾ ഇൻകം
7 ലക്ഷം രൂപയുടെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ റിബേറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ ഇതിൻ്റെ കൂടെ നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് ഡ്യൂ വരുന്നത് 54,226 രൂപയാണ്. 12.5 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരു വ്യക്തിയുടെ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ നമുക്കിനി സ്ക്രീനിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾഡ് ടാക്സ് റെജീമാണ് നോക്കുന്നത്. അപ്പോൾ ഓൾഡ് ടാക്സ് റെജീമിൽ 50,000 രൂപ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ ക്ലെയിം ചെയ്യുകയാണ്. HRA എക്സംഷൻ ഒരു അസംഷൻ ബേസ് നമ്മൾ 72,000 രൂപ നമ്മളിവിടെ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത് 11,28,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് നമ്മൾ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് നമ്മൾ ക്ലെയിം ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ അണ്ടർ സെക്ഷൻ 80C 1.5 ലക്ഷം രൂപ, NPS 50,000 രൂപ, അണ്ടർ സെക്ഷൻ 80Dയിൽ 25,000, പ്രൊഫഷണൽ ടാക്സ് 2,400, ഡിഡക്ഷൻ അണ്ടർ ഹോം ലോൺ ഇൻട്രസ്റ്റ് 2 ലക്ഷം രൂപ. അങ്ങനെ നമ്മുടെ ടാക്സബിൾ ഇൻകം വരുന്നത് 7,600,000 രൂപയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻകം ടാക്സ് ഡ്യൂ വരുന്നത് 52,620 രൂപയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം വരുന്നത് 5 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റിബേറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പം നമ്മുടെ ഇൻകം ടാക്സ് ഡ്യൂവിൻ്റെ മേളിൽ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് ഡ്യൂ വരുന്നത് 54,725 രൂപയാണ്. ഇനി ന്യൂ ടാക്സ് റെജീമിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 50,000 രൂപ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ ക്ലെയിം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ന്യൂ ടാക്സ് റെജീമിൽ. ഇവിടെ നമ്മൾ പ്രൊഫഷണൽ ടാക്സ് 2,400 എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടാക്സബിൾ ഇൻകം ഈ ഒരു കേസിൽ വരുന്നത് 11,97,600 രൂപയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻകം ടാക്സ് ഡ്യൂ വന്നിരിക്കുന്നത് 89,640 രൂപയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, നമ്മുടെ ടാക്സബിൾ ഇൻകം 7 ലക്ഷത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നമുക്ക് റിബേറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് ഡ്യൂവിൻ്റെ കൂടെ നമ്മൾ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് പേയബിൾ വരുന്നത് 93,226 രൂപയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എക്സൽ ഷീറ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ സാലറി വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നിങ്ങളുടെ മുമ്പിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, അതായത് ഇതിൽ ഏത് ടാക്സ് റെജീമാണ് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓൾഡ് ടാക്സ് റെജീം ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേം ടാക്സ് സേവിങ്സ് സ്കീമുകളൊന്നുമില്ല, അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ ഒന്നുമില്ലെങ്കിൽ ന്യൂ റെജീം ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂ ടാക്സ് റെജീം അതുപോലെ തന്നെ ഓൾഡ് ടാക്സ് റെജീമിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്കിതുപോലുള്ള ഇൻഫോർമേറ്റീവ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.